ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. നമ്മളിന്ന് മലമ്പുഴയാണുള്ളത്. നമ്മുടെ മലമ്പുഴ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ റോപ്പ് വേ പറ്റിയായിരുന്നു. ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഈ വീഡിയോ മലമ്പുഴ ഡാമിനെ പറ്റിയാണ്. മലമ്പുഴ ഡാമും ഡാമിൻ്റെ കൂടെയുള്ള ഗാർഡനും അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. പാലക്കാട് സന്ദർശിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് മലമ്പുഴ. പാലക്കാട് ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിലേക്ക് എത്തിപ്പെടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബസ് സർവീസസ് ഉണ്ട്. സ്വന്തം വണ്ടിയാണെങ്കിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ വളരെ സൗകര്യമാണ്. ചുരവോ മലയോ ഒന്നും തന്നെ ഇല്ല. നേരിട്ട് ഡാമിലേക്ക് എത്തിപ്പെടാം. പാർക്കിങ്ങിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സൗകര്യമുണ്ട്. എന്നിരുന്നാലും വീക്കെൻഡിൽ അല്ലെ ഹോളിഡേയ്സിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ട്, തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഗാർഡനിലേക്ക് കയറാൻ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഗാർഡനാണ്. ഗാർഡൻ വെൽ മെയിൻറ്റൈൻഡ് ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് ഇതൊന്നുമല്ല. മൺസൂൺ കാലത്ത് പോയി കഴിഞ്ഞാൽ ഷട്ടർ തുറന്നിരിക്കുന്ന മലമ്പുഴ ഡാമാണ്. 4 ഷട്ടറുകളാണ് ഇവിടെ ഉള്ളത്. 4ഉം തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്താണ് മലമ്പുഴ ഡാമിന്. ഇടുക്കി ഡാമാണ് ഏറ്റവും വലുതെന്ന് എല്ലാവർക്കും അറിയാം. 2ാമത്തെ ഡാമാണ് മലമ്പുഴ ഡാം. ഏകദേശം 2 കിലോമീറ്റർ നീട്ടമുണ്ട് ഈ ഡാമിന്. പ്രധാനമായും ജലസേചനത്തിനാണ് ഈ ഡാം ഉപയോഗിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 1955 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 1914 ശരിക്കും ഈ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ആലോചന തുടങ്ങുന്നത്. അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന പാലക്കാടിൽ ഒരു അണക്കെട്ട് കൊണ്ടുവരാന്നുള്ളത് മദ്രാസ് സർക്കാരിൻ്റെ പ്ലാനായിരുന്നു. 1949 മാർച്ചിലാണ് ഇതിൻ്റെ തറക്കല്ലിടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി 1955 കെ കാമരാജ് അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അണക്കെട്ട് നിർമ്മാണത്തിന് മുമ്പ് ഇവിടെ ഏകദേശം 10ഓളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. പുൻപാറ, ചൊവ്വങ്കാട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികപ്പള്ളം, കാരക്കാട്, തൂപള്ളം, വരാനി, അക്കരക്കാട്, കടക്കാംകുന്നം, ആനക്കുഴിക്കാട്, അങ്ങനെ നിരവധി ഗ്രാമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അണക്കെട്ടിൻ്റെ റിസർവോയർ വന്നതോടെ ആ ഗ്രാമങ്ങളൊക്കെ അപ്രത്യക്ഷമായി. ഇന്ന് ഈ മൊത്തം ഏരിയ മലമ്പുഴ എന്ന് ആണ് അറിയപ്പെടുന്നത്. ജലസേചനമാണ് അണക്കെട്ടിൻ്റെ മുഖ്യ ലക്ഷ്യമെങ്കിലും ഇവിടത്തേക്ക് അത്യാവശ്യമുള്ള വൈദ്യുതി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2.5 മെഗാവാട്ടിൻ്റെ ഒരു ജനറേറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 115 മീറ്ററാണ് അണക്കെട്ടിൻ്റെ ഉയരം. ഇതിൽ ഏകദേശം 112 മീറ്റർ വരെ വെള്ളം നിർത്താറുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ നെല്ലറയായിട്ട് പാലക്കാട് അറിയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഈ മലമ്പുഴ ഡാമിലെ വെള്ളം തന്നെയാണ്. മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് പാലക്കാടിലെ മിക്ക പ്രദേശങ്ങളിലും വർഷത്തിൽ 2 വിളവിറക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലമ്പുഴ. മലമ്പുഴ എത്തിപ്പെടാനുള്ള സൗകര്യമാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത്. ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം. അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫാൻറ്റസി പാർക്ക്, അത് ഇവിടെയാണ്. അതുപോലെ ഡാമിനോടനുബന്ധിച്ചുള്ള ഗാർഡൻ, അതിന് പുറത്തുള്ള സ്നേക്ക് പാർക്ക്, അക്വേറിയം, റോപ്പ് വേ, അങ്ങനെ നിരവധിയായ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. അതുപോലെ ഡാമിലെ റിസർവോയറിൽ ബോട്ടിങ്ങിനുള്ള പെർമിഷൻ ഉണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഡാമിലേക്കുള്ള പ്രവേശനം. എൻട്രി ഫീസ് ആയിട്ട് 25 രൂപയാണ്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക്, അതായത് 5 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് എൻട്രൻസ് ഫീസ്. മലമ്പുഴ ഗാർഡനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ് 1969 സ്ഥാപിക്കപ്പെട്ട യക്ഷി എന്ന പ്രതിമ. കാനായി കുഞ്ഞിരാമനാണ് ഇത് നിർമ്മിച്ചത്. യക്ഷിയെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാലക്കാട് കറങ്ങാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിലെ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഓൾറെഡി റോപ്പയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഇനി വരാനുള്ളത് യക്ഷി, സ്നേക്ക് പാർക്ക് മുതലായ വീഡിയോസാണ്. കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.